എളയാവൂരുകാർക്ക് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരുപാട് ബസ് അവിടെ ഓടിയെങ്കിലും ഒരിക്കലും അത് പൂർത്തീകരിക്കാറില്ല. കുറച്ച് നാൾ ഓടിയിട്ട് അത് നിർത്താറുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സിനെ കുറിച്ച് എങ്ങനെയാണ് MLA-യുടെ? ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ആ സമയത്തൊക്കെ ഉള്ള പോരായ്മകൾ പരിഹരിച്ച് ആവശ്യമായ റൂട്ട് ഭേദഗതി ഉൾപ്പെടെ വരുത്തിയിട്ടാണ് ഈ സർവീസ് ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ പോരായ്മ വരില്ല. മാത്രമല്ല, ഇത് എളയാവൂരുകാർക്ക് മാത്രമല്ല, പള്ളിപ്പുറത്തുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇവിടുന്നൊക്കെ മുണ്ടേരിമട്ട ഭാഗത്ത് പോകുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മുണ്ടേരിമട്ട, കുടിക്കുമട്ട, കാഞ്ഞിരോട്, തലമുണ്ട, അതൊക്കെ ഒരു ഡിഫറെൻറ്റ് റൂട്ടാണ്. അതുപോലെ തന്നെ കാപ്പാട് ഭാഗത്ത് പല ഭാഗത്തും അത് ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഇതിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. കഴിഞ്ഞ തവണയൊക്കെ നിന്നു പോയത് ബസ് വേണമെന്ന് ആളുകൾ പറയുമെങ്കിലും ആ ബസ്സിനകത്ത് യാത്രക്കാരുടെ കുറവുണ്ടായിരുന്നു. ആ യാത്രക്കാരുടെ കുറവ് ഇല്ലാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളിത് സ്വീകരിച്ചു. അല്ലെങ്കിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പരമാവധി ഈ യാത്രയ്ക്ക് ഈ ബസ്സിനെ ഉപയോഗിക്കുക. എന്നാൽ ഇത് നിലനിന്ന് പോകും. സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഇത് പ്രിയദർശിനി ബസ് എന്ന പേരിൽ ഈ പുതിയ ഗവൺമെൻറ് ജനങ്ങൾക്കൊരു വലിയ സമ്മാനം നൽകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗുണഫലം ജനങ്ങൾക്ക് കിട്ടും. സാധാരണക്കാരായ ആളുകൾ ഈ വാഹനത്തെ ആശ്രയിക്കും. ആ നിലയിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെടും. തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, സാധാരണ ചെറിയ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, പൂർണ്ണമായ സൗജന്യത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. MLA പറഞ്ഞതുപോലെ കുറച്ച് നാൾ അവർ ബസ്സൊക്കെ ഉപയോഗിക്കും അവിടെ നാട്ടുകാർ. പിന്നെ അവർ സ്വന്തം വാഹനത്തിൽ പോകും. അങ്ങനെ ബസ്സിൽ ആളില്ലാതെ ആവാറുണ്ട്. ഇതുവരെയുള്ള ബസ്സുകൾക്കൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിന് നാട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? ഇത് നാട്ടുകാർ പരമാവധി ഈ വാഹനയാത്ര ഇത് KSRTC ബസ്സിനെ ഉപയോഗിക്കുക. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ബസ്സെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ KSRTC എന്നായി മാറിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾ, കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്നത് സ്ത്രീകളാണ്. അപ്പം അവരുടെ യാത്ര അതിന് ഒരു മാനദണ്ഡവുമില്ലാതെ പാവപ്പെട്ട ആളിനോ പണക്കാരനെന്നോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവർക്കും കയറി സഞ്ചരിക്കാൻ പറ്റുന്ന, പൂർണ്ണമായി സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ബസ്സുകളായിട്ടാണ് KSRTC മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കയറും. അതിനോടൊപ്പം തന്നെ പുരുഷന്മാരും ഒക്കെ കയറിക്കഴിഞ്ഞാൽ ലാഭകരം എന്നൊരിക്കലും പറയുന്നില്ല, നഷ്ടമില്ലാത്ത നിലയിൽ ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ്. ഏതായാലും ഇത് നിന്നു പോകാതെ നോക്കാൻ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.